ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണിക്കോടിയുടുത്തല്ലോ. ഹാപ്പി ഓണമ്മ. ഹാപ്പി ഓണം മോളെ. എപ്പോഴും മമ്മിയല്ലേ എനിക്ക് കുക്ക് ചെയ്ത് തരുന്ന. ഇന്ന് ഞാൻ കുക്ക് ചെയ്യണില്ല, പക്ഷെ ഞാൻ വിളമ്പി തരാം കേട്ടോ. താങ്ക് യു. ഗുഡ് ഗേൾ. കായ വറുത്തത് എന്ന് പറഞ്ഞു. വെൽക്കം ടു ഷാസ് കുക്കറി. ഇന്ന് വേറൊരു ഓണ ദിവസം കൂടി കടന്നു കഴിഞ്ഞു. ഇന്നത്തെ ഒരുപാട് ഓർമ്മകളുണ്ടാവും. അത് കാരണം ഞാൻ വിചാരിച്ചു അമ്മയെ ഇന്റർവ്യൂ ചെയ്യാമെന്ന്. നമ്മുടെ ഉഷാസ് കുക്കറിയിൽ ഉഷയെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. അമ്മ മഹാരാഷ്ട്രയില് ബോംബെയിലല്ലേ ചെറുപ്പത്തൊക്കെ പഠിച്ചത്. ഇപ്പോഴത്തെ ഓണത്തെ കുറിച്ച് നമുക്കറിയാം. മമ്മിയുടെ പണ്ടത്തെ ഓണ ഓർമ്മകൾ എന്തൊക്കെയാണ്? എൻ്റെ പണ്ടത്തെ ഓർമ്മകൾ പറഞ്ഞാൽ ഓണ ഡേ വന്നു കഴിഞ്ഞാൽ അമ്മമ്മയില്ലേ, എൻ്റെ അമ്മമ്മയുടെയും മുത്തശ്ശൻ്റെയും കൂടിയാണ് ഞാൻ അവിടെ ബോംബെയിൽ താമസിച്ചിരുന്നത്. മുത്തശ്ശൻ ടാറ്റ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പഠിപ്പിക്കാൻ വേണ്ടി എന്നെ അവിടെ കൊണ്ടുപോയതാണ്. 10th വരെ അവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ മുത്തശ്ശി ഓണ ദിവസം സദ്യയൊക്കെ ഉണ്ടാക്കും, അടുത്തുള്ളവരെയൊക്കെ വിളിക്കും. പിന്നെ എന്നെ കയ്യിലും കഴുത്തിലും പിന്നെ കാതിലൊക്കെ വലിയ ലോലാക്കും എല്ലാം സ്വർണ്ണാഭരണങ്ങളും ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഓണമാണ് ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാ. തലേദിവസമൊക്കെ പോയി എല്ലാം വാങ്ങിച്ച് പുതിയതൊക്കെ ഇട്ട് നിൽക്കാൻ പറ്റും. ഞങ്ങളുടെ സ്കൂളിൽ ഓർണമെൻറ്റ്സ് ഇടാൻ പാടില്ല, ഫൈനാണ്. സോ ഇതെന്താ ഓർണമെൻറ്റ്സ് ഇട്ട് തരുന്നത്? അമ്മമ്മ പാടില്ലല്ലോ. അപ്പം ലീവല്ലേ ഇന്ന് ഓണമാണ്. എന്താ ഈ ഓണം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അപ്പം അമ്മമ്മ കഥ പറഞ്ഞു തരുമായിരുന്നു. മാവേലി രാജാവിൻ്റെയും വാമനൻ ഉണ്ടായത്. വാമനൻ അപ്പോൾ ഇത്ര നല്ല രാജാവോ? കള്ളൂല്ല, അന്ന് പരച്ചിലില്ല, ഒരു ചണ്ടിയില്ല, വീടുകളിൽ ലാവിഷാണ് എല്ലാം കിട്ടുക, പച്ചക്കറികളും എല്ലാം ഇതും. അത്ര നല്ല രാജാവായിരുന്നു. ഒരു മനുഷ്യന് ഒരു സങ്കടവും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ രാജ്യം ഭരിച്ച രാജ്യം എന്തിനാണ് അമ്മമ്മയെ പിന്നെ താത്തിയത്? കൃഷ്ണൻ എന്ന് അങ്ങനെ ചെയ്തു എന്ന് ഞാൻ ചോദിക്കും. അമ്മമ്മയുടെ അടുത്ത് ചോദിക്കും. അമ്മമ്മയുടെ ഇനി മുത്തശ്ശൻ്റെ അടുത്ത് പോയി ചോദിക്കും. ഞാൻ മുത്തശ്ശൻ ഡെയിലി രാമായണമൊക്കെ വൈകുന്നേരം അടുത്ത് പോയിരിക്കും, അത് കേട്ടോണ്ട്. അങ്ങനെയാണ് മുത്തശ്ശൻ ഫ്രണ്ടുമാരിയാണ് ജൂക്ക്. അപ്പം ഞാൻ അമ്മമ്മ പറയണം അമ്മമ്മ എപ്പോഴും ബിസിയാണ് കുക്കിങ്ങും എല്ലാം ആയിട്ട്. സോ മുത്തച്ഛൻ്റെ അടുത്ത് ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ ഓഫീസ് വിട്ട് വന്ന് കഴിഞ്ഞാൽ കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കഥയൊക്കെ പറഞ്ഞു തരും എനിക്ക്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അങ്ങനെയല്ല, അത് അനുഗ്രഹിച്ചിട്ടാണ് ശ്രീകൃഷ്ണൻ അയച്ചിരിക്കുന്നത്, അനുഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം പാതാളത്തിലും സ്വർഗത്തിൽ പോലെയുള്ള സൗകര്യത്തോടെ താമസിപ്പിച്ചിട്ട് പിന്നീട് കൃഷ്ണനിൽ തന്നെ പോയിട്ട് ഇതാകുകയാണ്. അത് നിനക്ക് വലുതായാലേ മനസ്സിലാവുള്ളൂ ഈ കഥ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ വിചാരിച്ചു. മുത്തച്ഛൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു കൃഷ്ണൻ
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. ഇത്ര നല്ല രാജാവ് ഇല്ലാതായി പോയിട്ടായിരിക്കും ഇങ്ങനെയായത് ഇവിടെ എല്ലാം എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. നന്ദനത്തില് നമ്മുടെ നവ്യ സംസാരിക്കണ പോലെ ഞാൻ കുട്ടിയിൽ കൃഷ്ണന്റെ അടുത്ത് ഇങ്ങനെ പോയി ഓരോന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ ആ മൂവി ഞാൻ കുറെ 4-5 പ്രാവശ്യം കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ മൂവി. എന്റെ ഓർമ്മകളുണ്ട് അതില്. കാരണം ഞാനും അങ്ങനെ പോയി എന്തുണ്ടെങ്കിലും സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി പറയും. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ഗുരുവായൂരപ്പ എന്താ അങ്ങനെ ചെയ്ത്, ഇത്ര നല്ല രാജാവിന് അത് കാരണമല്ല ഇപ്പൊ എല്ലാവരുടെയും ബുദ്ധിമുട്ട് നിറയെ ജോബ് ക്ലാസ് ഒക്കെ കണ്ട വിചാരിക്കും പാവം എല്ലാവർക്കും. ഇവർക്കൊക്കെ ഓണമില്ല. അപ്പോൾ ഒക്കെ മറാഠിയല്ലേ പറയാം, അവർക്കൊന്നും ഓണമില്ല. കൃഷ്ണൻ പറയും നീ എന്തിനാ ആവശ്യമില്ലാത്തതിനൊക്കെ സങ്കടപ്പെടണം. അങ്ങനെ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചു പറഞ്ഞാൽ എനിക്ക് മരിച്ചു പറഞ്ഞാൽ എന്താണെന്ന് മുത്തശ്ശനൊക്കെ പറഞ്ഞു തന്നുണ്ട്. പിന്നെ ആളെ കാണാൻ പറ്റില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം വരും. ആരെങ്കിലും മരിച്ചാൽ നീ സങ്കടപ്പെടണ്ട കേട്ടോ എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ ഓണ ദിവസം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്ത് ഓണസദ്യയൊക്കെ അടുത്ത വീട്ടിലെല്ലാവരും വരും, ഫാമിലിയോടെ എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് ഊണ് കഴിക്കും. ഈ ഓണക്കളി അതുപോലെ ഓണപ്പാട്ടുകള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നു അവിടെ? അവിടെ അമ്മ താമസിച്ചത് മാട്ടുങ്ക എന്ന സ്ഥലത്താണ്, മഹാരാഷ്ട്രയില്. അവിടെ അതിൻ്റെ അടുത്ത് തന്നെ നല്ല ഓർമ്മയില്ല, ദാദറാണോ ഷൺമുഖാനന്ദ ഹാൾ, ഒരു വലിയ ഹാൾ. അത് ഇപ്പോഴും ഉണ്ട്. ഞാനിവിടെ സിനിമ പ്രോഗ്രാം കണ്ടപ്പോൾ കണ്ടിരുന്നു. ദാദറിലാണ്, എവിടെയാണെന്ന് ഓർമ്മയില്ല, മാട്ടുങ്കയിലല്ല. അപ്പോൾ അവിടെ ഓണ പ്രോഗ്രാം 6 to 10 o'clock വരെ ഉണ്ടാവും. ഡാൻസ്, പാട്ട്, പിന്നെ ഡ്രാമ പോലെ സന്തോഷമായി കാണുമായിരുന്നു അവിടെ. അപ്പൊ അമ്മ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഞാൻ ഷൺമുഖാനന്ദാളിൽ കളിച്ചിട്ടില്ല. സ്കൂളില് ഓണത്തിന് ഡാൻസ്, ഓണത്തിനല്ല ഓണ ഡാൻസ് ടീച്ചർ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് 6 കുട്ടികളെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ആനുവൽ ഡേന് കളിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ഗ്രൂപ്പിന്. ഷൺമുഖാനന്ദ ഹാളിൽ 1 മാസം മുമ്പ് ബുക്ക് ചെയ്യും മുത്തശ്ശൻ. അപ്പോൾ പറയും ഇങ്ങനെ ഓണത്തിന് ഇതുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഓണസദ്യയെ പറ്റിയൊക്കെ ഒന്നും അല്ല ഇൻട്രസ്റ്റ്. ഓണസദ്യയെ പറ്റി അത്രയൊന്നും ഞാൻ കുട്ടിയിൽ അങ്ങനെയൊക്കെ കഴിക്കില്ലായിരുന്നു. ഇപ്പോഴൊക്കെ നല്ല ഫുഡ് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു ചപ്പാത്തിയിൽ ബട്ടർ തേച്ച് കഴിക്കും. നല്ല വളരെ മെലിഞ്ഞിട്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് സദ്യയെ പറ്റി വലിയതില്ല. പക്ഷേ ഈവനിങ് 6 മണി എപ്പോഴാകുമ്പോൾ പ്രോഗ്രാം കാണാൻ പോവാമല്ലോ പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് വളരെ ഇപ്പോൾ ഇനി അടുത്ത കൊല്ലേ ഉള്ളൂ അല്ലേ, കാത്തിരിക്കും ഓണം എപ്പോഴാണ്, ഇതിനു വേണ്ടിയാണ്. ഓണം പ്രോഗ്രാംസ് വളരെ നല്ലതായിരിക്കും കാണാൻ. ഓരോന്ന് ഡാൻസുകൾ കഴിഞ്ഞാൽ പിന്നെ ഡ്രാമ ഉണ്ടാവും, നല്ല നല്ല ഒരു കഴിഞ്ഞിട്ട് ഓണത്തിനെ പറ്റിയുള്ള വളരെ നല്ല സ്പീച്ച് എല്ലാം ഉണ്ടാവും, നന്നായിരിക്കും. ഫിലിം സ്റ്റാർസും ഒക്കെ വരും ഡാൻസിനൊക്കെ. അങ്ങനെ നല്ല ഇതായിരുന്നു. പിന്നെ നാട്ടിൽ എപ്പോഴെങ്കിലും ഓണക്കാലം ചെലവഴിച്ചിട്ടുണ്ടോ? നാട്ടില് ഓണക്കാലം ചെലവഴിച്ചത് എൻ്റെ മാരേജിന് ശേഷം ഞങ്ങൾ 3 ആളും, വലിയ മോനും മോളും. ചെറിയ മോൻ നാട്ടിലല്ലേ പഠിച്ചത്. അപ്പോൾ 2 ആൾ ഊട്ടിയിൽ പഠിക്കുമ്പോൾ ഓണം വരുമ്പോൾ മോളുടെ അച്ഛൻ സർപ്രൈസായിട്ട് കസവ് സാരി വാങ്ങിച്ചിട്ട് വരും. കുറേ ഓണത്തിന് ഒരു 1 വീക്ക് മുമ്പേ വരുള്ളൂ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുട്ടികളെയും കൊണ്ട് ചർച്ച് ലൈനിലൊക്കെ താമസിച്ചത്. അപ്പോൾ 1 വീക്ക് മുമ്പ് ഒന്ന് വളരെ ജോളിയായിട്ട് ഓണത്തിന് വന്നതല്ലേ, അപ്പോൾ കുട്ടികൾ കുറച്ച് ഫ്രീ ആയിട്ട് വിടും. നീ പഠിപ്പിക്കാതെ ഒരുപാട് അവർ കളിക്കട്ടെ പറഞ്ഞ് വിടും. അങ്ങനെ ഓണത്തിന് സർപ്രൈസായിട്ട് കസവ് സാരി വാങ്ങിച്ചിട്ട് വരും. നല്ല കസവ് സാരി പറയില്ല എൻ്റെ അടുത്ത്, ഓണം ഡേ എടുത്ത് തരും. ഇതാ നിനക്ക് സർപ്രൈസായിട്ട് തരും എനിക്ക്. അമ്മയ്ക്ക് സർപ്രൈസസ് ഇഷ്ടമാണോ? സർപ്രൈസസ് ഇഷ്ടമാണ് എനിക്ക്. അച്ഛന്റെ സെലക്ഷൻ എങ്ങനെ, സാരി സെലക്ഷൻ ഒക്കെ? അധികം സാരി സെലക്ട് ചെയ്യാറില്ല. ഉള്ളി ഓണത്തിന് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളൂ എൻ്റെ ഓർമ്മയിൽ. മറ്റുള്ളപ്പോഴൊക്കെ ഇന്റർഫിയർ ചെയ്യില്ല. കടയിൽ കൊണ്ടുപോകും, നിനക്ക് വേണ്ടത് വാങ്ങിച്ചു ഒന്നും പറയും, ചോദിച്ചതൊക്കെ വാങ്ങിച്ചു തരും. മമ്മിക്ക് പിന്നെ ഈ കുക്കിങ്ങിൽ എത്ര ഇൻട്രസ്റ്റ് എങ്ങനെ വന്നത്? എനിക്ക് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് പറഞ്ഞാല് ബോംബെയിൽ താമസിക്കുമ്പോൾ അമ്മമ്മ ഒന്നും ചെയ്യിക്കില്ല. അത്രയും പെറ്റാണ് എന്നെ. ലഡ്ലി ബേട്ടി. അതെ, ഒരു ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അത്രയും സ്നേഹമാണ് 2 ആൾക്ക്. സ്റ്റേറ്റിൽ പോയപ്പോ അവിടുന്ന് എൻ്റെ അമ്മ കുക്ക് ചെയ്യുമ്പോൾ അമ്മ എന്ത് പറഞ്ഞ, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് നോക്ക്. അപ്പൊ ഞാൻ അമ്മ കുക്ക് ചെയ്യുമ്പോൾ നോക്കി അവിടെ പോയി നിൽക്കും, നോക്കി നിൽക്കുകയുള്ളൂ, ചെയ്യിക്കൊന്നുമില്ല എന്നെ, നോക്കി നിൽക്കും.
കുറേ അങ്ങനെ 1 month നോക്കി മനസ്സിലാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ വിട്ടു. അമ്മ പറഞ്ഞു ഇനി നീ കുക്ക് തന്നെ. പിന്നെ ഞാൻ കുക്കിങ് തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആലോചിച്ച് ഓരോന്ന് കണ്ടുപിടിച്ച് കുക്ക് ചെയ്യും. അപ്പോൾ അമ്മ എങ്ങനെ അമ്മ അത് ഞാൻ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ച് കുക്ക് ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ അമ്മ ഓരോന്നും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഓർമ്മകൾ എനിക്ക് വന്നു. ഓ എൻ്റെ അമ്മ, അപ്പം ഞാനും എന്തുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കുക്ക് ചെയ്തുകൂടാ, ഓരോ ഇൻഗ്രീഡിയൻസും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് വന്നു. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഇൻട്രസ്റ്റാണ് കുക്കിംഗ്. ഓൾസോ നമ്മൾ ഹോളി ബുക്സിലൊക്കെ വായിക്കില്ലേ, ദൈവം തരുന്ന പ്രസാദമാണ് നമ്മൾക്ക് ഫുഡ്. പിന്നെ എൻ്റെ ഫ്രണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഫ്രീഡ മേരി എന്നായിരുന്നു. അവൾ ക്രിസ്ത്യനാണ്. അവൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഞാനും അവളുടെ കൂടെ ബൈബിളൊക്കെ വായിക്കും വീട്ടിലൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിലൊക്കെ ജീസസിൻ്റെ ഓരോ കഥകൾ വായിച്ചിട്ട് അറിയും അത്രയും ഗോഡ് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നമ്മൾക്ക് ഇത്രയും ഫുഡും എല്ലാം തന്നിരിക്കണം. കോഴ്സ് അപ്പോൾ ഫുഡിനോട് എനിക്ക് വലിയ ദൈവം തരുന്ന പ്രസാദമായിട്ട് കൺസിഡർ ചെയ്യും. കുക്കിങ്ങിൽ വളരെ സന്തോഷമായി കുക്കിംഗ്. മമ്മി എപ്പോഴും ഒരാൾക്ക് രണ്ടാൾക്ക് എന്നുള്ളതല്ല, ഒരുപാട് പേർക്ക് മമ്മി കുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോരാത്തതിന് ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ, നമ്മൾ ഊട്ടിയിലുള്ള സമയത്ത്, കുന്നൂരുള്ള സമയത്ത് ക്രിസ്മസ് ടൈമിൽ ചർച്ചിലുള്ള എല്ലാത്തിനും അരയ്ക്കാനും എല്ലാം ഉണ്ടാക്കാനും നമ്മുടെ വീട്ടിലാണ് വരാറ്. എനിക്ക് നല്ല ഓർമ്മയുണ്ടത്. പിന്നെ അതുപോരാത്തതിന് നമ്മുടെ വേല വരുമ്പോൾ നിറയെ ബിരിയാണി എല്ലാം മമ്മി ഉണ്ടാക്കി വയ്ക്കും. നമ്മുടെ സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണി. പണ്ട് ഒരു അയ്യപ്പൻ പാട്ടിന് അമ്മയും അച്ഛയും കൂടി ഒരുപാട് പേർക്ക് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, പൂരി മസാലയൊക്കെ. അപ്പൊ ഇത്രയും പേർക്ക് കുക്ക് ചെയ്യാൻ എങ്ങനെ സാധിച്ചു, എങ്ങനെ സാധിക്കുന്നു? അതിന് കാരണം ബോംബെയിൽ താമസിക്കുമ്പോൾ അമ്മമ്മ കുക്ക് ചെയ്താൽ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ആയാൽ റിലേറ്റീവ്സൊക്കെ വരും. ഫാമിലിയോടെ വരുമ്പോൾ എല്ലാവർക്കും അമ്മമ്മ സന്തോഷത്തോടെ ഇനിയും കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു ഞങ്ങളുടെ മതി വരും. നന്നായിട്ടുണ്ട് ഫുഡ്, എന്തൊരു ടേസ്റ്റാണ് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ട് പോണൊക്കെ ഞാനിങ്ങനെ ഹോംവർക്ക് ചെയ്യണമെങ്കിലും ഇതൊക്കെ കേൾക്കും. അപ്പോൾ അവരൊക്കെ അമ്മമ്മടുത്ത് പറയും നന്നായിരിക്കണം കേട്ടോ, എവിടെ ഇതുപോലെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിക്കും ഞാനും ഇതുപോലെ കുറച്ചുകൂടി. അപ്പം അമ്മമ്മ സമ്മതിക്കില്ല എന്നെ ഗ്യാസിൻ്റെ അടുത്തൊക്കെ പോകാൻ. വലുതായി കഴിഞ്ഞാൽ അമ്മ എടുക്ക പഠിക്കുക പറയും. പിന്നെ വെക്കേഷനിൽ എസ്റ്റേറ്റിൽ പോയപ്പോൾ ഓണം വരുമ്പോൾ എൻ്റെ അമ്മയും അടുത്തുള്ള അയൽവക്കക്കാരെയൊക്കെ വിളിച്ച് ഫാമിലിയോട് വിളിച്ച് അവർക്കൊക്കെ എൻ്റെ അമ്മയും നന്നായി കുക്ക് ചെയ്യും. അവരൊക്കെ പറയും നന്നായിട്ടുണ്ടല്ലോ ഫുഡ്, വളരെ നന്നായിരിക്കണു, ഞങ്ങളിങ്ങനത്തെ ഇത്ര നല്ല ടേസ്റ്റി ഫുഡ് കഴിച്ചിട്ടേ ഇല്ല, സെയിം നല്ലോണം പറയണം. അപ്പം ഞാൻ ആലോചിക്കും ഞാനും ഇതുപോലെയൊക്കെ കുക്കിംഗ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഫോട്ടോൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്കും ഇതുപോലെ ഗുരുവായൂരപ്പ കുക്കിംഗ് പഠിക്കാനുള്ള ഇത് തരണേ, അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ഫ്രണ്ട്സ് ആര് വന്നാലും, സായയുടെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സ് ആര് വീട്ടിൽ വന്നാലും ഭക്ഷണവും ഇല്ല എന്ന് നമ്മൾ പറയാറേ ഇല്ല. അളവിന് കൂടുതലാണ് എപ്പോഴും ഉണ്ടാക്കി വെക്കാറ്. നിറഞ്ഞ് ഫുഡ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. തികയാതെ വന്നിട്ടേ ഇല്ല അല്ലെ ഒരു പ്രാവശ്യം പോലും. അത് എനിക്ക് തോന്നുന്ന നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു പാഷനും കുക്കിങ്ങിനോട് കാണിക്കുന്ന ആ ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷനും ആണെന്ന് തോന്നുന്നു അതിന്റെ കാരണം. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഇത് മാത്രമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയാണ്. കൂടുതൽ അന്നപൂർണേശ്വരിയും ഗുരുവായൂരപ്പൻ്റെയും ദൈവത്തിൻ്റെ അനുഗ്രഹം. എന്തായാലും ഇത്രയും നേരം ഓണവിശേഷങ്ങളും പണ്ടത്തെ മെമ്മറീസും ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇനിയും ഉഷാസ് കുക്കറി നല്ലോണം വളരട്ടെ. നമ്മുടെ പാഷൻ, ഡെഡിക്കേഷൻ എല്ലാവർക്കും റീച്ച് ആവട്ടെ. ഒരുപാട് സപ്പോർട്ട് എന്തായാലും എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ട്. താങ്ക് യു സോ മച്ച്.